സംസ്ഥാനത്ത് അനാസ്ഥയുടെ തെളിവായി ഒരു സ്കൂൾ കൂടിയുണ്ട്. ഒരു സ്കൂളായിരിക്കില്ല, ഒരുപാട് സ്കൂളുകളുണ്ട്. അതിലൊരു സ്കൂളിന്റെ വിവരം കൂടി പുറത്തു വരികയാണ്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് മൂലക്കര LP സ്കൂളിന്റെ മേൽക്കൂര കയറുകൊണ്ട് കെട്ടിവെച്ച നിലയിലാണ്. സ്കൂളിൽ അപകടകരമായി നിൽക്കുന്ന മരവും ഇടിഞ്ഞു വീഴാറായ മതിലുമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിലെ ഗേറ്റ് അടച്ച് പ്രതിഷേധിച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മൂലക്കര ഗവൺമെന്റ് സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. സ്കൂളിന്റെ മേൽക്കൂര കയറുകൊണ്ട് കെട്ടിവെച്ച നിലയിലാണുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി പിന്നാലെ കുട്ടികളെയൊക്കെ പുറത്തേക്ക് ഇറക്കിയതാണ് മനസ്സിലാക്കുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, വിദ്യാഭ്യാസ രംഗത്ത് കേരള മോഡൽ എന്ന് നമ്മൾ പല തവണ പല പറയുന്നതാണ്, ഒന്നാമതാണെന്നൊക്കെ. നമ്മുടെ സ്കൂളുകളൊക്കെ ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറി എന്ന് പറയുന്നിടത്താണ് ഈ കയറുകൊണ്ട് മേൽക്കൂര കെട്ടിവെച്ചൊരു സ്കൂൾ, അതും തലസ്ഥാനത്തുണ്ടാകുന്നത്. ഇത് കുറേ കാലമായി ഇങ്ങനെയാണോ? വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്താണ് ഇന്ന് സംഭവിച്ചത്? അക്ഷയ, തേവലക്കര സ്കൂളിലെ അപകടം, അതിന് പിന്നാലെ കായംകുളത്ത് സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു, സ്കൂൾ മതിൽ മറ്റൊരു സ്ഥലത്ത് ഇടിഞ്ഞു വീഴുന്നു. അപ്പോൾ നമ്മളുടെ സ്കൂളുകൾ എല്ലാം നല്ല നിലയ്ക്കാണ് പോകുന്നത്, സുരക്ഷിതമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും അങ്ങനെ അല്ലാത്ത സ്കൂളുകളും സംസ്ഥാനത്തുണ്ട് എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഈ മാതൃഭൂമി ന്യൂസിൻ്റെ സ്ക്രീനിൽ കാണുന്നത് തിരുവനന്തപുരം കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിലെ മൂലക്കര LP സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ്. ആ സ്കൂള് കെട്ടിടം പ്രവർത്തിക്കുന്നത് അതിദയനീയമായ അവസ്ഥയിലാണ്. ഷീറ്റിട്ട കെട്ടിടമാണ്. ആ ഷീറ്റ് ഏതാണ്ട് തുരുമ്പെടുത്ത് തുടങ്ങി. മാത്രമല്ല, ഇപ്പോൾ സമീപ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും ആ ഷീറ്റുകൾ പലതും ഇളകി മാറി, മരം കാറ്റത്ത് ഒടിഞ്ഞു വീണ് ഷീറ്റ് തകർന്നിട്ടുണ്ട്. അതിലേറെ ഗതികേട്, പല ഷീറ്റും ഈ പട്ടികയിലേക്ക് കയറും കുപ്പിയും ഒക്കെ വെച്ച് കെട്ടിവെച്ച സ്ഥിതിയിലാണ്. അപ്പോൾ നല്ലൊരു കാറ്റടിച്ചാൽ ഒരു പക്ഷേ ഈ ഷീറ്റൊക്കെ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറന്നു പോകാനുള്ള സാധ്യതയും, അതല്ലെങ്കിൽ ആ മേൽക്കൂര ഒടിഞ്ഞ് കുട്ടികൾ ഇരിക്കുമ്പോൾ തന്നെ താഴേക്ക് വരാനുള്ള സാധ്യതയും ഒക്കെ ഉള്ളൊരു സ്കൂളാണ്. ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിലെ സംഭവങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ സ്കൂളിൻ്റെ സുരക്ഷിതത്വ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ന് സമരത്തിനിറങ്ങിയത്. അവർ സ്കൂളിൻ്റെ മുന്നിൽ വന്ന് പ്രതിഷേധം അറിയിച്ചതോടെ കാഞ്ഞിരംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപ്പോഴാണ് അപകടാവസ്ഥയിലാണ് സ്കൂളെന്ന് മനസ്സിലാക്കിയത്. ഉടൻ തന്നെ കുട്ടികളെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് സ്കൂളിൻ്റെ മുന്നിലും ആ റോഡിലുമൊക്കെ ഇരുന്ന് ഉപരോധം നടത്തി. ഇനിയിപ്പോൾ ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ പഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പൊക്കെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. ഗതികേടിലാണ് ആ സ്കൂൾ കെട്ടിടം എന്ന് തന്നെ പറയാം. അക്ഷയ, തീർച്ചയായും അതിഗതികേടാണ്, ദുരവസ്ഥയാണ്. നമ്മുടെ സ്കൂളുകളൊക്കെ മാറുന്നു എന്ന് പറയുന്നിടത്താണ് ഇത്തരത്തിലുള്ള സ്കൂളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടെന്നുള്ള, അല്ലെങ്കിൽ അനാസ്ഥയുടെ തെളിവായിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്കൂളുകളുടെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്.